ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഉറക്കത്തെ പിടിച്ചു നിർത്തുന്ന സ്ട്രെസ് ഹോർമോൺസിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഈ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ കൂടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ രക്തസമ്മർദ്ദം കൂടുക, നമ്മുടെ പല പല ബോഡിക്ക് നമ്മൾ തടി കൂടും, ഫാറ്റ് കൂടും, രക്തസമ്മർദ്ദം കൂടും. ഏറ്റവും പ്രധാനപ്പെട്ട രക്തസമ്മർദ്ദം കൂടുക എന്നുള്ള സ്ട്രെസ് ഹോർമോൺ ഇറ്റ്സ് കോൾഡ് ക്രോണിക് സ്ട്രെസ്. ഉറക്കം എന്നാൽ ആക്ച്വലി നമ്മൾ തലച്ചോറിൻ്റെ ഒരു റീചാർജിങ് ടൈമാണ് ഉറക്കം. ഉറക്കത്തിൻ്റെ ആവശ്യകത വ്യക്തികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. ചില വ്യക്തികൾക്ക് 4.5 മുതൽ 5 മണിക്കൂർ ഉറങ്ങിയാൽ, തുടർച്ചയായിട്ട് ഉറങ്ങിയാൽ അവർ വളരെ റീചാർജഡ് ആയിരിക്കും. ചില വ്യക്തികൾക്ക് 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ട ആവശ്യമാണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യകത മാറി. സൈനസൈറ്റിസിലെ ആൾക്കാർക്ക് മൈഗ്രെയിൻ വരാം. സൈനസൈറ്റിസ് കൂടുമ്പോൾ മൈഗ്രെയിൻ വരാം. കാരണം ഈ നെർവുകൾക്കുണ്ടാകുന്ന സ്റ്റിമുലേഷൻ മറ്റ് നെർവുകൾ ഉപദ്രവിക്കുകയും അത് മൈഗ്രെയിനിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷേ മൈഗ്രെയിനുള്ള ഒരാൾക്ക് സൈനസൈറ്റിസ് വേണമെന്നില്ല. വെയിൽ നിന്നും മാത്രമല്ല, നമുക്ക് അസ്വാഭാവികമോ അസന്തുഷ്ടി ഉണ്ടാക്കുന്നതോ ആയ പല കാരണങ്ങളും മൈഗ്രെയിനിലേക്ക് നയിക്കും. ഒരു വൃത്തികെട്ട മണം, വൃത്തികെട്ട സീനറി, അല്ലെങ്കിൽ ബീഭത്സമായ ഒരു കാഴ്ച, നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ന്യൂസുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവും. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് 3 വിധത്തിലാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലത്തെ പുറത്തുള്ള തൊലിപ്പുറത്തെ ഞരമ്പുകളുടെ കെമിക്കൽ ഇംബാലൻസിൻ്റെ കാരണമായി ഉണ്ടാകുന്ന പ്രത്യേക രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞി. നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സമയ മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിൽ പലരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൈഗ്രെയിനും ഉറക്കക്കുറവും. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് അതിനെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോളജി പ്രൊഫസർ ഡോക്ടർ വിവേക് നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. അതുപോലെ ഈ തലവേദന വരത്തില്ലേ? നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തലവേദന വരും. ഈ മൈഗ്രെയിൻ്റെ കേസാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ എനിക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാര്യമാക്കില്ല, ഒന്ന് വൊമിറ്റ് ചെയ്താൽ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മൈഗ്രെയിൻ വരുമ്പോൾ? എപ്പോഴാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? അതെന്താ വെച്ചാൽ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് 3 വിധത്തിലാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലത്തെ പുറത്തുള്ള തൊലിപ്പുറത്തെ ഞരമ്പുകളുടെ കെമിക്കൽ ഇംബാലൻസിൻ്റെ കാരണമായി ഉണ്ടാകുന്ന പ്രത്യേക രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞി. ഇതിൻ്റെ ചികിത്സാ രീതി 3 തരത്തിലാണ്. ഇത് പെട്ടെന്ന് വേദന വന്ന് മാറ്റാനുള്ള വേദന സംഹാരികളും മറ്റും കൊടുക്കുക. മൈഗ്രെയിൻ്റെ തുടക്കത്തിലേ ഈ അസുഖം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മൈഗ്രെയിൻ അബോർട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഗുളികകൾ. ഇതുകൂടാതെ മൈഗ്രെയിൻ വരാതിരിക്കാനും രോഗത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനും ഉള്ള പ്രിവെൻറ്റീവ് ചികിത്സ. അങ്ങനെ 3 രീതിയിൽ മൈഗ്രെയിൻ്റെ ചികിത്സ ഭാഗിച്ചിരിക്കുന്നു. ഇത് ജനങ്ങൾക്ക് പാളിപ്പോകുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം ഒന്ന് മിക്സാന്ന് വിചാരിക്കും. 4 ദിവസം ഗുളിക വെച്ച് നിർത്തുക, 5. പക്ഷേ ചില ഗുളികൾ കഴിക്കുന്നത് അപ്പോഴത്തെ തലവേദന കുറയാൻ വേണ്ടിയാണ്. അത് കഴിച്ച് അപ്പം സുഖമാകുമ്പോൾ മൈഗ്രെയിൻ മാറിയെന്ന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? അതുപോലെ ചിലത് മൈഗ്രെയിൻ്റെ അസുഖം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചില മരുന്നുകൾ കഴിച്ചാൽ അത് പെട്ടെന്ന് മൈഗ്രെയിൻ നിൽക്കും. അതിന് മൈഗ്രെയിൻ അബോർട്ടർ എന്ന് പറയും. ഇത് രണ്ടും കൂടാതെ മൈഗ്രെയിൻ തടയാനുള്ള ചികിത്സ ഉണ്ട്, പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്, പ്രൊഫലാക്സിസ് എന്ന് പറയും. ആ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. അത് മാസങ്ങളോ വർഷങ്ങളോ നിൽക്കും. അതൊന്ന് പറയാമോ? കാരണം പലർക്കും അത് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. അതാണ് എൻ്റെ പ്രശ്നം. അത് അറിയാത്തതോ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാത്തതോ ആയ പ്രശ്നമാണ്. അതായത് ആ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തലയോട്ടിയിലെ 5ാം ശിരോനാഡിയിലെ ചെറിയ ഞരമ്പുകൾക്കുണ്ടാകുന്ന കെമിക്കൽ ഇംബാലൻസ് ആണല്ലോ മൈഗ്രെയിൻ. ഈ കെമിക്കൽ ഇംബാലൻസിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ചില മരുന്നുകൾ മാസങ്ങളോളം കൊടുക്കുമ്പോഴാണ് ആ ഇംബാലൻസ് പോയി കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലവേദന വരത്തേ ഇല്ല. പക്ഷെ 5 മാസം മരുന്ന് കഴിക്കാനുള്ള ഒരു ക്ഷമയോ സമയമോ അതിനുള്ള ഒരു ഉത്സാഹമോ സാധാരണ രോഗികൾ കാണിക്കാറില്ല. അവർ വിചാരിക്കുകയും 2 മാസമായി ഗുളിക നിർത്തിക്കളയാം. അപ്പോൾ രോഗം പതിയെ തിരിച്ചു വരുന്നു. ഇത് ഇവിടെ സാർവജനീയമായി കാണുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാ, ഒരു കോഴ്സാണോ മരുന്ന് എടുക്കേണ്ടത്? ഒരു കോഴ്സാണ്. 6 മാസം മുതൽ 1 വർഷം വരെ കഴിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ അതിനൂതനമായ ചില മരുന്നുകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. മാസത്തിൽ 1 എടുക്കാവുന്ന ഇഞ്ചക്ഷൻസ്, വേറെ ചില ഡിവൈസസ് വന്നിട്ടുണ്ട്. നമ്മൾ ദേഹത്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് ഡെയിലി ഒരു ചെറിയ കറണ്ട് കൊടുത്തിട്ട് നമ്മൾ മൈഗ്രെയിൻ ശരിയാക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടെക്നോളജി ഇപ്പം ലഭ്യമാണ്. അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വെയിൽ കൊണ്ടാലൊക്കെ മൈഗ്രെയിൻ വരുമെന്ന് പറഞ്ഞു. വരുമല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? വെയിൽ കൊണ്ടാലോ, വെയിലെന്ന് മാത്രമല്ല, നമുക്ക് അസ്വാഭാവികമോ
അസന്തുഷ്ടി ഉണ്ടാക്കുന്നതോ ആയ പല കാരണങ്ങളും മൈഗ്രെയിനിലേക്ക് നയിക്കും. ഒരു വൃത്തികെട്ട മണം, വൃത്തികെട്ട സീനറി, അല്ലെങ്കിൽ ബീഭത്സമായ ഒരു കാഴ്ച, നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ന്യൂസുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവും. വെളിച്ചം അതിലൊന്നു മാത്രം. ഇത്തരം സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ ഉടനടി നമ്മുടെ തലയൊട്ടിയിലത്തെ നെർവുകളിലേക്ക് പല കെമിക്കൽസ് വരികയും മൈഗ്രെയിനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പലർക്കും സംശയമുള്ളതാണ്, അതായത് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. അതും മൈഗ്രെയിനും ഒന്നാണോ, അല്ലെങ്കിൽ അത് എന്താണ് വ്യത്യാസം? അയ്യോ, അത് രണ്ടാണല്ലോ. കാരണം അത് രണ്ടാണ്. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈനസുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ തലയോട്ടിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് ഉള്ള എയർ പോക്കറ്റുകളാണ് സൈനസുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം, പ്രകൃതി എന്താ ഉദ്ദേശം എന്നറിയില്ല. അത് നമ്മുടെ തലയുടെ ഭാരം കുറക്കും. കാരണം തലയ്ക്ക് ഇത്രയധികം തലയോട്ടി വലിയ വലിപ്പം മുഖം തോന്നിയാൽ ഈ മുഖത്തിനുള്ളിൽ മുഴുവൻ സ്റ്റഫ്ഡ് ആയിട്ടുള്ള എല്ലല്ല, അതിനുള്ളിൽ കുറേ എയർ ക്യാവിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ണം തോന്നിയാൽ അതിന് ഭാരമില്ല. അപ്പം നമുക്ക് ഭാരം കൂടുന്നതോടെ നമ്മൾ തേയ്മാനം കൂടും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടി പ്രകൃതി എയർ പോക്കറ്റ്സ് അവിടെ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് സൈനസുകൾ എന്ന് പറയുന്നത്. മാക്സിലറി സൈനസ് ഇവിടെ രണ്ടിടത്തും, എത്തുമോയിഡ് സൈനസ് ഇതിൻ്റെ ഉള്ളിൽ തലയുടെ ഉള്ളിൽ സ്പീനോയിഡ് സൈനസ്, അങ്ങനെ കുറേ സൈനസുകളുണ്ട്. ഈ സൈനസുകളുടെ ഒരു തകരാറ് എന്താ വെച്ചാൽ അതിനകത്ത് കഫം, അതിനകത്തുള്ള ശ്ലേഷ്മസ്തരത്തിൻ്റെ ഒരു മെംബ്രെയിൻ ഈ സൈനസുകൾ അകത്തുണ്ട്. എല്ലാ സൈനസുകളും ചെറിയ സുഷിരത്തിലൂടെ മൂക്കിലൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ സുഷിരമാണ്, വലിയൊരു സാധനത്തിന് ചെറിയൊരു സുഷിരം. അപ്പോൾ അലർജി എന്നുണ്ടാകുന്ന ആൾക്കാർക്ക് ശ്ലേഷ്മസ്തരത്തിൽ നിന്ന് ധാരാളം സ്രവങ്ങൾ ഉണ്ടാവുകയും ഈ ചെറിയ സുഷിരത്തിൽ നിന്ന് അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യും. അതിനെ തുടർന്ന് രോഗിയുടെ സൈനസിൻ്റെ ഉള്ളിൽ ഈ സ്രവങ്ങൾ അടിഞ്ഞുകൂടുന്നു. സ്രവങ്ങൾ അടിഞ്ഞുകൂടിയാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ബാക്ടീരിയ അവിടത്തോട്ട് കയറി ആ സ്രവത്ത് കിടന്ന് അത് പെറ്റ് പെരുകി അവിടെ കുറേ അണുക്കളൊക്കെ ഉണ്ടാക്കി അവ മഞ്ഞക്കവമായി, വേദനയായി, പനിയായി, അങ്ങനെ. അതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അത് നിരന്തരം വരാം. ഒരിക്കൽ വന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ച് വീണ്ടും വരാം. അപ്പോൾ ENT ഡോക്ടർമാർ അതിൽ ചെറിയൊരു കഴുകിക്കളയുക, ഇതിലോട്ടും ചെറിയ ട്യൂബ് ഇട്ട് സൈനസിൻ്റെ തുളയിലേക്ക് ട്യൂബ് ഇട്ട് അത് കഴുകിക്കളയുക, അങ്ങനെ പല പരിപാടികൾ ചെയ്യും. ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്, അതാണ് സൈനസൈറ്റിസ് എന്നുള്ള രോഗാവസ്ഥ. പക്ഷെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് വേറെ രോഗമാണ്. മൈഗ്രെയിൻ്റെ അടിസ്ഥാന തത്വം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഇൻഫെക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഇൻഫെക്ഷൻ വന്നാൽ മൈഗ്രെയിൻ വരാം. സൈനസൈറ്റിസിലെ ആൾക്കാർക്ക് മൈഗ്രെയിൻ വരാം. സൈനസൈറ്റിസ് കൂടുമ്പോൾ മൈഗ്രെയിൻ വരാം. കാരണം ഈ നെർവുകൾക്കുണ്ടാകുന്ന സ്റ്റിമുലേഷൻ മറ്റു നെർവുകൾ ഉപദ്രവിക്കുകയും അത് മൈഗ്രെയിനിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷേ മൈഗ്രെയിനുള്ള ഒരാൾക്ക് സൈനസൈറ്റിസ് വേണമെന്നില്ല, മൈഗ്രെയിൻ അല്ലെങ്കിലേ വരാം. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മൈഗ്രെയിൻ വരാതിരിക്കാൻ? മൈഗ്രെയിൻ വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ആരോഗ്യപരമായ ഒരു ജീവിത രീതിയും ഭക്ഷണ രീതിയും കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, മൈഗ്രെയിൻ എന്ന അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നാണ്. അത് 3 വാക്കിൽ അങ്ങനെ പറഞ്ഞാലും പ്രായോഗികമായിട്ട് ഡെലിവറി ചെയ്യാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. കാരണം പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഇത്ര മൈഗ്രെയിൻ ഇല്ലായിരുന്നു. അവർ രാവിലെ പോകുന്നു, പാടത്ത് പണിയെടുക്കുന്നു, സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് 2 നാവും ജപിച്ച് കിടന്നുറങ്ങുന്നു. പിന്നെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് അവർക്ക് വാട്ട് അവർ ഫാമിലി എൻ്റർടൈൻ, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങും, എത്ര മണിക്ക് എണീക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ട് ഉറക്കം വളരെ കുറവാണ്. അവർ രാവിലെ മുതൽ പല സ്ട്രെസ്സും അധ്വാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രെയിനിന് വേണ്ട റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അത് മൈഗ്രെയിനിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, സമയാസമയത്ത് ആഹാരം, സമയാസമയത്ത് വിശ്രമം, വ്യായാമം, പിന്നെ ഒരു ഹോബി എന്തെങ്കിലും ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ മൈഗ്രെയിൻ കുറവാണ്. അപ്പോൾ മൈഗ്രെയിൻ വരാതിരിക്കാൻ പറ്റുന്ന കാര്യം ഇത്തരം ഒരു ജീവിതശൈലി തുടരുകയാണെങ്കിൽ മൈഗ്രെയിൻ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എല്ലാവരും പറയും ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ പലർക്കും ഉറക്കമില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ എത്ര സമയം ഉറങ്ങണം? എപ്പോഴാണ് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കേണ്ടത്? അത് ഓരോ വ്യക്തിനെ ആശ്രയിച്ചിരിക്കും. ഉറക്കം എന്നാൽ ആക്ച്വലി നമ്മൾ തലച്ചോറിൻ്റെ ഒരു റീചാർജിങ് ടൈമാണ് ഉറക്കം. ഉറക്കത്തിൻ്റെ ആവശ്യകത വ്യക്തികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. ചില വ്യക്തികൾക്ക് 4.5 മുതൽ 5 മണിക്കൂർ ഉറങ്ങിയാൽ, തുടർച്ചയായിട്ട് ഉറങ്ങിയാൽ അവർ വളരെ റീചാർജഡായിരിക്കും. ചില വ്യക്തികൾക്ക് 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ട ആവശ്യമാണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യകത മാറിയിരിക്കും. പക്ഷേ ചുരുക്കം പറഞ്ഞാൽ 6 മുതൽ 7 മണി വരെ ഉറങ്ങുന്നതാണ് പൊതുവെ എല്ലാവർക്കും പറ്റിയ ഒരു സമയം. പക്ഷേ
പല കാരണങ്ങൾ കൊണ്ട് അവൻ ഉറങ്ങാൻ പറ്റാറില്ല, കൂർക്കം വലിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഉറക്കം ഫ്രഷ് ആവില്ല, അങ്ങനെ ഒരുപാട് കാര്യം. പക്ഷേ എന്തായാലും ഉറക്കം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ സ്ട്രെസ് ഹോർമോൺ ലെവലുകൾ കൂടും. കാരണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഉറക്കത്തെ പിടിച്ചു നിർത്തുന്ന സ്ട്രെസ് ഹോർമോൺസിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഈ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ കൂടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ രക്തസമ്മർദ്ദം കൂടുക, നമ്മുടെ പല ബോഡിക്ക് നമ്മൾ തടി കൂടും, ഫാറ്റ് കൂടും, രക്തസമ്മർദ്ദം കൂടും. ഏറ്റവും പ്രധാനപ്പെട്ട രക്തസമ്മർദ്ദം കൂടുക എന്നുള്ള സ്ട്രെസ് ഹോർമോൺ. ഇറ്റ്സ് കോൾഡ് ക്രോണിക് സ്ട്രെസ്. സോ ക്രോണിക് സ്ട്രെസ് ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് റോൾ ഇൻ ഹൈ ബ്ലഡ് പ്രഷർ, ഓൾ അതർ മോർട്ടാലിറ്റി ഇഷ്യൂസ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങണം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഉറങ്ങണം. ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഉറങ്ങണം. കാരണം ഈവൻ ദോ നിങ്ങൾക്ക് ഉറക്കം വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കുന്ന ആ സമയത്ത് സ്ട്രെസ് ഹോർമോൺ ലെവൽ കൂടും. ഞാൻ ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, മണ്ടതരമാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് നാളെ ഡേ, മറ്റന്നാൾ നൈറ്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പകൽ ഉറങ്ങാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക നാച്ചുറലി? രണ്ട് തരത്തിലാണ്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പകൽ ഉറങ്ങുന്നതിന് ഉറക്കം നമുക്ക് ആവശ്യമാണ്. അഥവാ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ പകൽ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം, നമ്പർ 1. നമ്പർ 2, തീക്ക് അതിനുള്ള ബുദ്ധിമുട്ട്, പകലുറങ്ങാൻ പ്രയാസം ഉണ്ടെങ്കിൽ അതിനൊക്കെ മെലാറ്റോണിൻ എന്നുള്ള മരുന്നുണ്ട്. നമ്മൾ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അതിപ്പോൾ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ അമേരിക്കയിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രി പകലെ വ്യത്യാസമല്ലേ. അവിടെ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഉറക്കം തൂങ്ങി നമ്മൾ ആവശ്യതയാവും. മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ യു ഫീൽ വെരി സ്ലീപ്പി. കാരണം ഇവിടുത്തെ 2 മണിയാണ്, അവിടുത്തെ 2 മണി ഉച്ച. പക്ഷെ ഉച്ചക്ക് നമ്മൾ ഒരുപോലെ ഇൻ്റർവ്യൂ നടത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ഉറക്കമായിരിക്കും. കാരണം നമ്മളെ ബോഡി ഫീൽസ് ഇറ്റ് ഈസ് ലേറ്റ് നൈറ്റ്, 2 AM 3 AM. അപ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കും. അപ്പോൾ ഇനി നൈറ്റ് ഡ്യൂട്ടി സ്ഥിരമായി എടുക്കുകയാണെങ്കിൽ മെലാറ്റോണിൻ കഴിക്കുന്നത് നോട്ട് എ ബാഡ് ഐഡിയ. സ്ലീപ്പിംഗ് പിൽസ് ആണോ അത്? അതെ, സ്ലീപ്പിംഗ് പിൽസ് ആണ്. യെസ് ഡോക്ടർ, ഉറക്കം കുറവാണെങ്കിലും പ്രശ്നമാണ്, ഉറക്കം കൂടിയാലും പ്രശ്നമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉറക്കം കൂടിയാൽ എന്താ പ്രശ്നം നമുക്ക്? ഉറക്കം കൂടുക എന്ന് പറഞ്ഞാൽ, ഉറക്കം കൂടുന്നൊരവസ്ഥ ആക്ച്വലി ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ട ഉറക്കത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ള ആ വ്യക്തിക്ക് തന്നെയാണ് അറിയുള്ളൂ. കാരണം 6 to 8 hours, 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു രോഗാവസ്ഥയാണ്. അത് കറക്റ്റല്ല. അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവും. കാരണം ഒന്നിക്കെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധാരണ ഉറങ്ങുന്ന സമയത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത കാരണം കൂടുതൽ സമയം വേണ്ടി വരുന്നൊരവസ്ഥ. അതാണ് മിക്കവാറും. കാരണം പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഉറക്കം കൂടാനുള്ള ചില രോഗാവസ്ഥകൾ, തൈറോയ്ഡ് കുറയുക, സോഡിയം കുറയുക, മറ്റ് ലവണങ്ങൾ ശരീരത്തിൽ കുറയുക, അല്ലെങ്കിൽ മരുന്നുകളുടെ സെഡേഷൻ, പിന്നെ ചില പ്രത്യേക അസുഖങ്ങൾ, ചില സ്ട്രോക്കുകൾ ഉറക്കം കൂടുതലായിട്ട്, തലാമിക് സ്ട്രോക്ക്. തലാമസ് എന്ന നമ്മുടെ ശരീരത്തിലെ തലച്ചോറിലൊരു പ്രത്യേക സ്ഥലത്ത് നമ്മുടെ ഉദ്ദീപനം, അത് നമ്മുടെ പുറത്തുനിന്നുള്ള എല്ലാവിധ സംവേദനങ്ങളും തിരിച്ചറിയുന്ന റിലേ സ്റ്റേഷനാണ് തലാമസ്. ചിലപ്പോൾ തലാമസിനൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആളെപ്പോഴും ഉറങ്ങായിരിക്കും, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, വെറുതെ ഉറങ്ങിക്കിടക്കും. അതുപോലെ വായിച്ചിട്ടുള്ള ഒരറിവാണ്, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്കരുതെന്ന്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ അലാറമൊക്കെ അടിക്കുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും അയ്യോ ടൈം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേക്കുന്നത്. അങ്ങനെ എഴുന്നേക്കരുത്, കുറേ നേരം കിടന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് എഴുന്നേക്കണം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ആരും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്തായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ചാടി ഇടിക്കുന്നത് എപ്പോഴും നല്ലതല്ല. കാരണം ചെറുപ്പക്കാർക്ക് ചാടി ഇടിക്കാം, പക്ഷെ പ്രായമുള്ള ആൾക്കാർ ചാടി ഇടിച്ചാൽ ചിലപ്പോൾ താഴെ വീഴാൻ ചാൻസ്. കാരണം നമ്മൾ ബാലൻസ് അത്ര ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിലെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഷുഗറുള്ള രോഗികൾ, പ്രഷർ ഉള്ള രോഗികൾ, അതിന് ഒത്തിരി മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ന്യൂറോപ്പത്തിക്ക് മരുന്ന് കഴിക്കുന്ന ഇത്തരം രോഗികൾ ചാടി എണീറ്റാൽ, നമ്മൾ ചാടി എണീക്കുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം അതിനനുസരിച്ച് കയറ്റിക്കൊണ്ടുവരാനുള്ള ചില സംവിധാനങ്ങളും സെൻസേഴ്സും നമ്മുടെ ശരീരത്തിലുണ്ട്. കാരണം നമ്മൾ കിടക്കുമ്പോൾ ഒരു പ്രഷറും ആക്ച്വലി നിൽക്കുമ്പോൾ ഗുരുത്വാകർഷണ നിമിഷം പ്രഷർ കുറഞ്ഞും പോകും. പക്ഷേ ഈ ഗുരുത്വാകർഷണ നിമിത്തം പ്രഷർ കുറഞ്ഞു പോവാതിരിക്കാനുള്ള ചില സെൻസറുകളും മെക്കാനിസംസ് നമ്മളെ ബോഡിയിലുണ്ട്. അത് കാരണം അത് ചെറുപ്പക്കാരിലൊക്കെ വളരെ ആക്റ്റീവായിരിക്കും. പക്ഷേ പ്രമേഹ രോഗികൾ, ഹൃദയ സർജറി കഴിഞ്ഞ രോഗികൾ, വിളർച്ചയുള്ള രോഗികൾ, പല മരുന്നുകൾ BP കഴിക്കുന്ന രോഗികൾ, ഇവരിലെല്ലാം ഈ മെക്കാനിസം കുറച്ച് വീക്കായിരിക്കും. അതിനാൽ അലാറം കേട്ട ഉടനെ ചാടി എണീക്കുന്ന പ്രായമേറിയ ആൾക്കാരും, ഷുഗറുള്ള ആൾക്കാരും, ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരും, BPയുടെ മരുന്ന് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്ത് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം രോഗികൾ കിടന്ന് അലാറം കേട്ടാലും ഒന്ന് കൈയും കാലൊക്കെ നിവർത്തി, കൈയും കാലൊക്കെ ഒന്ന് മടക്കി, ഒന്ന് തിരിഞ്ഞൊക്കെ കിടന്ന് മെല്ലെ എണീക്കുന്നതായിരിക്കും
ഉത്തമം. ഈ നമ്മൾ നേരത്തെ മരുന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞു, പലർക്കും ഇന്നും പേടിയുള്ളൊരു കാര്യമാണ് ഉറക്കം ഇല്ല അതിന് മരുന്നെടുക്കുക എന്നുള്ളത്. അതെന്തോ വലിയ തെറ്റാണ്, അല്ലെങ്കിൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നും കഴിച്ചുകൊണ്ടിരിക്കണോ, ഈ മരുന്നില്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ലയോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഭയവും ഉണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഡോക്ടർ എന്തായിരിക്കും പറയാ? അത് തീർച്ചയായിട്ടും അത് മരുന്ന് അത് പറഞ്ഞാൽ ആ സംശയത്തിൽ രോഗിയുടെ ആകുലതകളിലും ഒരു വളരെ വസ്തുതയുണ്ട്. കാരണം ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് മരുന്ന് ഉപയോഗിക്കാതെ ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നയിക്കാം. ഉദാഹരണം ഡയാസെപ്പാം ഗുളികൾ പണ്ട് ധാരാളം കൊടുത്തു, അൽപ്രാസൊലാം, ഇത്തരം മരുന്നുകൾ നമ്മൾ പ്രായമേറിയ ആൾക്കാരിൽ പ്രത്യേകിച്ചും കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്നില്ലാതെ അവർ ഉറങ്ങില്ലെന്നേ. കാരണം നമുക്ക് തന്നെ പരിചയമുള്ള ബന്ധുക്കളൊക്കെ ഉണ്ട്. കാരണം അവർക്ക് ആ മരുന്ന് തീർന്നാൽ പിന്നെ അവർ ഓടും അതിന് വേണ്ടിയിട്ട്. കാരണം ദേ ആർ വെരി സീരിയസ് അബൌട്ട്. നമ്മളിപ്പോൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും രോഗികൾ ആശുപത്രി എത്തിക്കഴിഞ്ഞാൽ ബഹളമൊക്കെ, രാത്രി ബഹളം ഓടുന്നു ബഹളം വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ മരുന്നുകൾ ചിലപ്പോൾ കഴിക്കുന്നത് അവർ പറഞ്ഞു കാണത്തില്ല. അവരാ മരുന്ന് ചിലപ്പോൾ ഹോസ്പിറ്റൽ നഴ്സിന് അറിയില്ല ആ മരുന്ന് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ആ മരുന്ന് രാത്രി അവിടെ കിട്ടില്ല, അപ്പം രോഗി വയലൻ്റ് ആവും. അങ്ങനെ അപ്പോൾ ചില പ്രത്യേക മരുന്നുകൾ നമുക്ക് ഉറക്കം തരുമെങ്കിലും അത് അഡിക്റ്റീവാണ്. അപ്പം അത്തരം മരുന്നുകൾ നമ്മൾ പ്രായമേറിയ ആൾക്കാരിൽ ഉപയോഗിക്കാൻ പാടില്ല. അൽപ്രാസൊലാം, ഡയാസെപ്പാം, നൈട്രസെപ്പാം, അങ്ങനെ കുറേയുണ്ട്. പിന്നെ അതിന് ഓരോ ആൾക്കാർക്കും കൊടുക്കാനുള്ള ഉറങ്ങാനുള്ള മരുന്നുകൾക്ക് പ്രത്യേക കസ്റ്റമൈസേഷൻ ഉണ്ട്. അത് ആ രീതി അനുസരിച്ച് വേണം കഴിക്കാൻ. അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഉറങ്ങാനുള്ള മരുന്നുകൾ കഴിക്കാൻ. ഇപ്പം നമുക്കിടയിൽ യുവാക്കൾ തന്നെ മരുന്നെടുക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മരുന്നെടുക്കാൻ മടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെന്താണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്? മരുന്നെടുക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും എക്സസൈസോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഉറങ്ങാനുള്ള? അതല്ല, മരുന്ന് എടുക്കുന്നതല്ലല്ലോ ഉറക്കം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ചികിത്സ. അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, പിന്നെ സ്ലീപ്പ് ഹൈജീൻ പാലിക്കുക. അതായത് നിശ്ചിത സമയത്ത് ഉറങ്ങുക, പിന്നെ രാത്രി സമയത്ത് കൂടുതൽ എക്സസൈസ് ചെയ്യാതിരിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, പിന്നെ രാത്രി നമ്മൾ കാപ്പി കുടിക്കാതിരിക്കുക, നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. നമ്മൾ എക്സസൈസ് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ രാത്രി ഒരു 5-6 മണി കഴിഞ്ഞാൽ പിന്നീട് എക്സസൈസ്, 8 മണിക്ക് പോയി ഷട്ടിൽ കളിക്കുക, അങ്ങനെ ചെയ്താലൊക്കെ ഉറങ്ങാൻ പ്രയാസമായിരിക്കും. നമുക്ക് ദേ വിൽ ബി മോർ ലൈവ്. ഈ എക്സസൈസ് നമുക്ക് ഒരുപാട് ഉറക്കം പിന്നീട് തരുമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കത് കൂടുതൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകും കൂടുതലായി. അപ്പോൾ നമുക്ക് ഒരു ഉണർവായിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ശരി. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് നേരത്തെ കഴിക്കണം. പിന്നെ രാത്രി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഒത്തിരി TV കാണുക, അതൊക്കെ സ്റ്റിമുലേറ്റിങ്ങാണ്. കോഫി കുടിക്കുക പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾ ഉറക്കത്തെ ബഹുമാനിക്കുമോ? ഉറക്കം എല്ലാം കഴിഞ്ഞിട്ടുള്ള സാധനമല്ല ഉറക്കം മറ്റുള്ള പ്രക്രിയകൾ പോലെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായതാണെന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോകും. നമ്മൾ എനിക്ക് ഈ സമയത്ത് ഉറങ്ങണമെന്നുള്ള ആ മീറ്റിംഗ് നിർത്തുന്നെങ്കിൽ എൻ്റെ ഉറങ്ങേണ്ട സമയമായി എന്ന് നിങ്ങൾ പോകണം. അവിടെയാണ് അതിൻ്റെ ആ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ആ കാര്യക്ഷമത. കാരണം നമ്മൾ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറക്കം നോക്കിയിരിക്കുന്ന കാര്യമില്ല. അതിനാൽ സ്ലീപ്പ് ഹൈജീൻ പാലിക്കുക, റെഗുലറായ ഒരു സമയത്ത് കിടക്കാൻ ശ്രമിക്കുക, കിടക്കുമ്പോൾ ലൈറ്റുകളൊക്കെ ഓഫാക്കി ശാന്തമായ ഇതിൽ കിടക്കാൻ നോക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള ആളും മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് രാത്രി ഉറങ്ങുന്നതിനെക്കാട്ടിലും ഒരു നല്ല ഉറക്കം കിട്ടുന്നത് രാവിലെ ഓഫീസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഉറങ്ങാനായിരിക്കും. അതായത് പകൽ ഒരു 12 മണി വരെ വേണമെങ്കിലും ആൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങാം, ഇങ്ങനെ കണ്ണിൽ ഉറക്കം നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ശരിക്കും ഈ മരുന്ന് കഴിക്കേണ്ട ടൈം എപ്പോഴാണ്? അതാണ് മരുന്ന് കഴിക്കേണ്ട ടൈം. അത് മരുന്നിൻ്റെ ആക്ഷനും ശരീരത്തിലുണ്ടാക്കുന്ന ദീർഘമായ ചേഞ്ചസിനനുസരിച്ചിരിക്കും അതിൻ്റെ ഡോസും ടൈമും. അപ്പോൾ സാധാരണഗതിയിൽ കഴിക്കില്ല 7 മണിക്കെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള 10-11 മണിക്ക് കഴിച്ചാൽ ഈ മരുന്ന് നമ്മളെ ബോഡിയിലെത്തി അലിഞ്ഞ് രക്തത്തിലെത്തി നമ്മൾ തലച്ചോറിൽ ആക്ഷൻ ഉണ്ടാക്കാൻ ഏതാണ്ട് 1-2 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണല്ലേ പിന്നെ അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ രാത്രി 11 മണിക്ക് കഴിച്ചാൽ ഉച്ച 11 മണി വരെ അതിൻ്റെ ആക്ഷൻ കാണും. അപ്പോൾ നമുക്ക് രാത്രി തൂക്കലും നടക്കാനും വിഷമം ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ മൂഡ് ഓഫ് ചെയ്തിരിക്കും. നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ? സാധാരണഗതിയിൽ ഈ പറഞ്ഞ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മരുന്നുകളാണ് ഉറക്കത്തിനുള്ള മരുന്ന്. ഇതിപ്പോൾ ഞാൻ ഉറക്കത്തിലുള്ള ഗുളിക കഴിച്ചിട്ട് ഉറക്കം വരുത്തണം എന്നല്ല പറയുന്നത്. പതിവായ വ്യായാമവും ആഹാര രീതികളും സ്ലീപ്പ് ഹൈജീന് പാലിക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടും. പിന്നെ ഒരു തരത്തിലും ഉറക്കം കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് ചില മരുന്നുകൾ ഷോർട്ട് ടൈമിലെങ്കിലും വേണ്ടി വന്നേക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ സ്പോർട്സ് നടക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് ലേറ്റായിട്ട് മൂവി കാണാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ലേറ്റ് നൈറ്റ് മൂവി കാണുന്നത് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക്
കാരണം പക്ഷെ അതിനനുസരിച്ച് നമ്മൾ സ്ലീപ്പിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതൊരു പ്രശ്നമാണ്. നെക്സ്റ്റ് ഡേ ഹോളിഡേ ആണെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ് മൂവി കണ്ട് നമുക്ക് ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അതല്ലെങ്കിൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്ന ആഫ്റ്റർനൂൺ നാപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പതിവായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ അത് ബാധിക്കും. ഇത് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ പതിവായി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബോഡിയിൽ ഇതിൻ്റെ ബാഡ് ഇഫക്റ്റ് വരുന്നത്. നമ്മൾ സ്ലീപ്പ് വേക്ക് സൈക്കിൾ തെറ്റിപ്പോകുന്നു. ഡോക്ടർ, അതുപോലെ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഉറക്കത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൂർക്കം വലിക്കുക. ഒന്നെങ്കിൽ അടുത്ത് കിടക്കുന്ന പങ്കാളിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഞാൻ കൂർക്കം വലിച്ചോ ഇല്ല നിങ്ങൾക്ക് തോന്നിയതാന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കണം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂർക്കം വലിക്കുന്നത്? കൂർക്കം വലി അഥവാ സ്നോറിങ് എന്ന ഒരു പലർക്കും സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. കാരണം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ അന്നനാളത്തിലെത്തുന്നതിന് മുമ്പുള്ള തൊണ്ടയുടെ ഭാഗത്ത് കുറച്ച് ഫാറ്റ് കൂടുമ്പോഴാണ് ആ തടസ്സം വരുന്നത്. ഈ തടസ്സം മിക്കവാറും ആൾക്കാർക്ക് 70% ആൾക്കാർക്ക് അത് സാധാരണ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് അവരുടെ ശരീരത്തിലെത്തുന്ന വായുവിൻ്റെയോ ഓക്സിജൻ്റെയോ അളവ് കുറക്കാൻ പ്രാപ്തമായ രീതിയിൽ കാണാറില്ല. എന്നാൽ ഒരു 20-25% കൂർക്ക വലിക്കുന്ന ആൾക്കാരിൽ ഇതിനൊപ്പം തന്നെ അവർക്ക് പകൽ സമയത്ത് ഭയങ്കര ഉറക്കം വരിക, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, ഇതൊക്കെ വരും. ഇതിന് എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് പറയും. ഈ സ്നോറിങ്ങിൻ്റെ ഒപ്പം തന്നെ എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ്സും കൂടി വരുമ്പോൾ നമ്മൾ ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന കണ്ടീഷനെ സസ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം ഉറങ്ങുമ്പോൾ വലിക്കുന്ന കൂർക്കം വലി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറക്കാൻ പ്രാപ്തമാണ്. അപ്പോൾ അത് രോഗാവസ്ഥയായി മാറി. ഈ OSL ആൾക്കാരുടെ ലക്ഷണങ്ങൾ പല രീതിയിലാണ്. ഒന്നാമത് തലക്കൊരു അടി കിട്ടിയവരായിരിക്കും പകൽ സമയം. പിന്നെ ദേഷ്യം, ഓർമ്മയില്ലായ്മ, ഉറക്കം മതിയാവായ്മ, എല്ലാത്തിനോടും മൂഡ് ഓഫ്, ഇങ്ങനെ ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ നയിക്കും. അതിനാൽ നല്ലോണം കൂർക്കം വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കി ഇവർ ഏത് ടൈപ്പാന്ന് നോക്കണം. ഏത് ടൈപ്പാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതായത് ഈ കൂർക്കം വലി ഒരു അസുഖമായിട്ട് കണ്ട് നമ്മൾ അതിൻ്റെ ചികിത്സ തേടേണ്ടത് എപ്പോഴാണ്? കാരണം ഇപ്പോൾ അടുത്തിരിക്കുന്നവർക്കായിരിക്കും അറിയാൻ പറ്റുന്നത് ഇവർ കൂർക്കം വലിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അംഗീകരിക്കില്ല. അപ്പോൾ ഇവരെ എങ്ങനെയാണ് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കുക? ഇതൊരു രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു രോഗാവസ്ഥയാണ്, അത് ചികിത്സ തേടണമെന്ന് എപ്പോഴായിരിക്കും? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിൽ അദ്ദേഹം കൂർക്ക വലിക്കുന്നതിൻ്റെ ഒരു വീഡിയോ സൗണ്ട് അടക്കം പുള്ളി കേൾപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അത് കേട്ടെങ്കിൽ മാത്രമേ അവർ കൺവിൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ അതിനൊപ്പം തന്നെ എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നുള്ള വിവരിച്ചു കൊടുക്കണം. അതായത് നിങ്ങൾ ശ്വാസം വലിക്കുന്നത് നിങ്ങളെ കഴുത്തിൻ്റെ ഒരാൾ ഇങ്ങനെ പിടിച്ചിട്ടാണെന്നല്ല കാണും. ഇപ്പോൾ കഴുത്തിന് ആൾ പിടിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടില്ലല്ലോ ബോഡിയിൽ. അപ്പോൾ ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ക്ഷീണവും ദേഷ്യവും പ്രശ്നങ്ങളും പെട്ടെന്ന് ഉറക്കം വരുന്നത്, മൂഡ് ഓഫ്, ഇറിറ്റബിലിറ്റി, ഇതെല്ലാം ഇദ്ദേഹത്തിന് കാണും. ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം. സ്ലീപ്പ് സ്റ്റഡി തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റഡിയാണ്. ഒരു രാത്രി വന്ന് കുറച്ച് മെഷീൻ ഒരു സാധനങ്ങളൊക്കെ മേലെ ഫിറ്റ് ചെയ്യും. രാവിലെ ആകുമ്പോഴേക്കും വിവിധ പാരാമീറ്ററുകളുടെ 12 മണിക്കൂറോ 8 മണിക്കൂറോ ഉള്ള രേഖയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്സിജൻ കുറവാണോ, ശ്വാസം നിന്ന് പോകുന്നുണ്ടോ, ശ്വാസം എത്ര മിനിറ്റ് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ മെഷർമെൻറ്റ്സ് നമുക്ക് അതിൽ നോക്കാൻ പറ്റും. അത് നോക്കിയിട്ട് അതിനുള്ള ചില പ്രത്യേക ക്രൈറ്റീരിയ വരുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയാണ്. അങ്ങനെയെങ്കിൽ അതിന് ചികിത്സ എടുക്കണം. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ചികിത്സാ രീതികൾ? മെഡിസിൻ ആണോ അതോ? ചികിത്സാ രീതി 2 തരത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലി മോഡിഫിക്കേഷൻ, വെയിറ്റ് റിഡക്ഷൻ, മദ്യപാനം ഉണ്ടെങ്കിൽ നിർത്തുക, വേറെ മയക്കുമരുന്നുകൾ ഉണ്ടെങ്കിൽ നിർത്തുക, ശരീരഭാരം കൂടുതലാണെങ്കിൽ നിർത്തുക, ഉറക്കത്തിൻ്റെ സമയത്ത് സെഡേറ്റീവ്സിൻ്റെ അതൊക്കെ നിർത്തുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കുറേ പേര് കൂർക്കം വലി പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെയിറ്റ് റിഡക്ഷനാണ്. നമ്മൾ ഭാരം കുറയുമ്പോൾ തൊണ്ടയിൽ അടിഞ്ഞു കുടിക്കുന്ന ഫാറ്റ് കുറയും. അങ്ങനെ സുഖമായിട്ട് നമുക്ക് ശ്വസിക്കാം. പിന്നെ 3ാമത്തെ കാര്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. മെഷീനുണ്ട്, ഒരു ചെറിയ മാസ്ക് ഉണ്ട്. ആ മാസ്ക് പോസിറ്റീവായിട്ട് എയർ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ CPAP എന്നറിയും, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ റെസ്പിറേഷൻ സപ്പോർട്ട്, CPAP. ആ CPAP മെഷീൻ കിട്ടും. മെഷീൻ വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മൾ അനുഭവം കൊണ്ട് പറയാം, ഭയങ്കര ഫ്രഷാണ്. ദ ലൈഫ് വിൽ ചേഞ്ച്. രാവിലെ എണീറ്റാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും എണീറ്റ പോലുള്ള ഫ്രഷ്നെസ്സാണ് ആ മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിന് അത് ഉള്ള ആൾക്കാരെ റെക്കോർഡ് ചെയ്ത് അവരെ കൗൺസിൽ ചെയ്യണം.
ഡോക്ടർ അതുപോലെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് അതൊരു ബുദ്ധിമുട്ടാണോ? അതിങ്ങനെ അടുപ്പിച്ച് ഒരാഴ്ചയൊക്കെ വരികയാണെങ്കിൽ നമ്മളത് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതുണ്ടോ? ഈ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നതിന് കാരണങ്ങളൊന്നുമില്ലാതെ എണീക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീപ്പ് മെയിൻ്റനൻസ് ഇൻസോംനിയ എന്ന് പറഞ്ഞ പ്രത്യേക അസുഖമാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഉറക്കം നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥ. അതിന് കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, രാത്രിയുള്ള കാപ്പിയുടെ ഉപയോഗം, നമ്മുടെ MDMA അടിച്ചു എന്ന് വിചാരിക്കും. MDMA കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഉറക്കം വരത്തില്ല. അയാൾ ഉണർന്ന് ജില്ലായിട്ടിരിക്കും. ഒരു ദിവസം MD അടിച്ച് 4 ദിവസം നമ്മൾ പിന്നെ പയറ് പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെയാണ് നമ്മൾ അടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഉണർവായിരിക്കും. അതിന് നെഗറ്റീവ് വരും. കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ഡിപ്പിലേക്ക് പോകും. പക്ഷേ ആ സമയത്ത് ഭയങ്കരമായ സ്റ്റിമുലൻ മെഡിക്കേഷൻസ് ഉപയോഗിച്ച് അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാപ്പി, പിന്നെ റെഡ് ബുൾ, കാപ്പി, അല്ലെങ്കിൽ അത് മറ്റ് പാനീയങ്ങൾ, അല്ലെങ്കിൽ മയക്ക് മരുന്നുകൾ, നിരോധിത മരുന്നുകൾ, ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത സ്റ്റിമുലേഷൻ, ആ ഒരു ഫേസ് നമ്മൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് ഉണ്ടെങ്കിൽ അത് നിർത്തണം. രണ്ടാമത്തേത്, നമ്മൾ രാത്രി വിശന്നിരിക്കാതെ അല്പമായിട്ടുള്ള ആഹാരമെങ്കിലും കഴിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നമുക്ക് സ്ലീപ്പ് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ മെഡിക്കേഷൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ പലരും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നേരെ പോയി ഉറങ്ങുന്നത്. ചിലർ പറയാറുണ്ട് ഒരു 6 മണിക്കും 5 മണിക്കും ഒക്കെ രാത്രിത്തെ ഭക്ഷണം കഴിക്കണമെന്ന്. ശരിക്കും എപ്പോഴാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കേണ്ടത്? അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഭക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കണം നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി? നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ആക്ച്വലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒരിത്. കാരണം സ്റ്റിമുലൻസ്, കാപ്പി ചായയുടെ ഉപയോഗം കുറക്കുക. പിന്നെ മധുരം കഴിച്ചാൽ കൂടുതൽ ഉറക്കം വരും. അതിനാൽ മധുരം പിന്നെ റെക്കമെൻഡ് അല്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പിന്നെ പ്രോട്ടീൻ്റെ ഒരു ഇടത്തരം പ്രോട്ടീൻ ഫുഡ് നമുക്ക് തീരെ പ്രോട്ടീൻ മാത്രമായി കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. നമുക്ക് എപ്പോഴും ആ ഒരു ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നല്ല ഉറക്കം വരും. നമുക്ക് കഴിക്കാം. ആ രീതിയിലുള്ളൊരു ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ഇടത്തരമായിട്ടുള്ളൊരു ഡയറ്റായിരിക്കും എപ്പോഴും ഉറക്കത്തിന് നല്ലത്. അപ്പോൾ എപ്പോഴായിരിക്കണം നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കേണ്ടത്? ആ സമയം സാധാരണഗതിയിൽ 6 to 7 o'clock ആണ് ബെസ്റ്റ് ടൈം. കാരണം അതൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള റെസ്റ്റ് നമ്മളെ ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിന് 10 മണിക്ക് ശേഷം കഴിക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ ദിവസമായിട്ട് പറ്റുണ്ടാവില്ല, പക്ഷേ എങ്കിലും 8 മണിക്ക് ശേഷം നമ്മൾ അടുത്ത ദിവസം 8 മണി വരെ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മളെ ദഹനവാദത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കിട്ടും. വീണ്ടും അത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വർക്കിങ്ങിൽ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഡോക്ടർ, അതുപോലെ നമ്മൾ എങ്ങനെയായിരിക്കണം കിടന്നുറങ്ങുന്നത്? ചിലർ പറയും കമന്ന് കിടക്കരുത്, ശ്വാസം മുട്ടും. ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം. അപ്പം എങ്ങനെയാണ് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ, അല്ലെങ്കിൽ നല്ല ഉറക്കത്തിന് സഹായിക്കുന്നത്? ശരിക്കും നമ്മൾ കൂർക്കം വലിക്കാത്ത ആൾക്കാരാണെങ്കിൽ മലന്ന് കിടന്നുറങ്ങുന്നത് കുഴപ്പമില്ല. പക്ഷെ കൂർക്കം വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ കമിഴ്ന്നോ ചെരിഞ്ഞോ കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം മലന്ന് കിടക്കുമ്പോൾ പൊണ്ണത്തടിയുള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ നാക്ക് പുറകിലേക്ക് വീഴുകയും ആ തൊണ്ടയിലത്തെ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് കാരണം കൂർക്ക വലിയ ശക്തിയാവുകയും ചെയ്യും. അതിനാൽ വണ്ണം കൂടിയ ആൾക്കാരാണെങ്കിൽ ചെരിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുക. പക്ഷേ സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് മലന്ന് കിടക്കുന്നതാണ് പൊതുവെ സുഖം തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.